ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളും എളുപ്പത്തിലും വെറും 3 ദിവസം കൊണ്ട് ഒരു ബീറ്റ്റൂട്ട് വൈൻ തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കിലോ ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാൻ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് 2 പട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ കനം കുറഞ്ഞ പട്ട ആയതുകൊണ്ടാണ് ഞാൻ 2 കഷ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് 1 കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞ് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിനകത്തേക്ക് ഒരു 4-5 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഒരു 4 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ട് 1 ലിറ്റർ വെള്ളവും ചേർത്ത് നമുക്ക് ഈ കുക്കർ അടച്ച് ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മൾ 4 വിസിൽ വന്നു. നമ്മുടെ ഇതിൻ്റെ ഈ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് നോക്കിക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ബീറ്റ്റൂട്ട് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടാറണം. അപ്പോൾ നമുക്കിത് ചൂടാറിയിട്ട് വേണം ഭരണിയിലോട്ട് ആക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ബീറ്റ്റൂട്ട് നമ്മൾ തലേദിവസം വൈകുന്നേരം ഇതുപോലെ വേവിച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് തണുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് ഊറ്റാൻ എളുപ്പമായിരിക്കും. രാത്രി ഇരുന്ന് നന്നായിട്ട് തണുത്ത് കിട്ടും. ഇനി നമുക്കിപ്പോൾ ഞാൻ തലേദിവസം വൈകുന്നേരമാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ നമ്മൾ വേവിച്ച് വെച്ചാണ് ഈ ബീറ്റ്റൂട്ടൊക്കെ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ സ്റ്റീലിൻ്റെ ചെരുവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണങ്ങിയ തുണിയിട്ട് തുടച്ചതാണെങ്കിലും അതിലൊരു ജലാംശം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇനി ജലാംശമുള്ള ഒന്നും നമ്മളിതിൽ തൊടിയിക്കരുത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വയലിൽ പുളിപ്പ് രസം വരാനും അത് കേടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന അരിപ്പ പോലും വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ച് മാറ്റാം. അപ്പോൾ ഞാൻ നമ്മുടെ ബീറ്റ്റൂട്ട് വൈൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് 1/2 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പഞ്ചസാരയും ഈ നമ്മുടെ മിക്സും തമ്മിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതായത് ഈ പഞ്ചസാര നമ്മുടെ ബീറ്റ്റൂട്ട് ലൈനിലേക്ക് ലയിച്ച് ചേരാൻ പാകത്തിന് ഒന്ന് നന്നായിട്ട് ഇളക്കി പഞ്ചസാര ലയിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ലയിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഈസ്റ്റും നന്നായിട്ട് ഇതിനകത്തേക്ക് യോജിപ്പിക്കത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഭരണിയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചില്ലുകുപ്പിയിലോ ആക്കി വെക്കാം കേട്ടോ. ഞാനൊരു ചില്ലുകുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മുടെ ഈ വൈൻ കൂട്ട് ഒഴിച്ച് വെക്കാം. അതിനുശേഷം നമ്മുടെ ഈ കുപ്പിയുടെ അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കാം. അതിനുശേഷം നമുക്കിത് വൈൻ സെറ്റ് ആവാനായിട്ട് വെക്കാം കേട്ടോ. അത് നമ്മൾ ഇന്നലെ എടുത്ത് വെച്ചേക്കുന്ന വൈനാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇനി 3 ദിവസം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നോക്കി നന്നായിട്ട് പതഞ്ഞ് മഞ്ഞ കണ്ടോ.
അതിനുശേഷം വീണ്ടും ഇത് അടച്ച് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു കറുത്ത തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചമൊന്നും അടിക്കാതിരിക്കാനാണ്. ശരിക്കും രാത്രിയിലാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. വൈനൊക്കെ ഉണ്ടാക്കുന്നത് രാത്രിയിൽ ചെയ്യണം എന്നാണല്ലോ പറയണേ. അങ്ങനെ ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 3 ദിവസം നമ്മൾ വൈൻ ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. 4ാമത്തെ ദിവസമായി ഇന്ന് നമുക്കിതൊന്ന് ഊറ്റാം കേട്ടോ. അപ്പോൾ ഞാനൊരു അരിപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ നമുക്കിതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നല്ല ഒരു കുപ്പിയിലേക്ക് ആക്കാം. നല്ല കളറാണ് കേട്ടോ. നല്ല അടിപൊളി വൈനാണ്. നല്ല സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് ഒരു കുനിയിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ വെറും 3 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് സമയം വൈകിട്ടില്ല കേട്ടോ. ഈ ക്രിസ്മസ് ആയിട്ട് നല്ലൊരു വൈൻ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.